എൻ്റെ പേര് സന്ധ്യ എന്നാണ്. എൻ്റെ മകളാണിത്. ദേവിക എന്നാണ് പേര്. ഞങ്ങൾ മല്ലപ്പള്ളിയിൽ നിന്നാണ് വരുന്നത്. മോള് ടെറസിൻ്റെ മണ്ടയിൽ നിന്ന് വീണ് നട്ടലിന് ക്ഷതം സംഭവിച്ചായിരുന്നു. തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞു ഇവിടെ പറ്റില്ല, മെഡിക്കൽ കോളേജിന് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അവിടെ മെഡിക്കൽ കോളേജ് വെച്ച് സർജറി നടന്നു. സർജറി കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഒരു 3 മാസം മെഡിക്കൽ കോളേജിൽ തന്നെ അഡ്മിറ്റായിരുന്നു. അവിടെ നിന്ന് നേരെ തിരിച്ച് വീട്ടിൽ വരികയും വീട്ടിലത്തെ സാഹചര്യം അങ്ങനെ എല്ലാം കൂടെ ചെയ്യാൻ പറ്റാത്തത് കാരണം മോൾക്ക് ബെഡ് സോർ ഉണ്ടായി. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ പിന്നെ ഇവിടെ പുഷ്പഗിരി ആശുപത്രി വന്ന് ഡോക്ടറിനെ കാണാമെന്ന് വിചാരിച്ച് ജനറൽ സർജൻ്റെ അടുത്ത് വന്ന് മോളെ കാണിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞു മോൾക്ക് നല്ലതുപോലെ ഇൻഫെക്ഷൻ ആയിട്ടുണ്ട് ബ്ലഡിൽ. അപ്പം ഇവിടെ അഡ്മിറ്റ് ചെയ്തേ പറ്റുള്ളൂ. പിന്നെ ഇവിടെ അഡ്മിറ്റ് ചെയ്യുന്നതിന് കുഴപ്പമില്ല. അതുപോലെ തന്നെ മോൾക്ക് കാലിന് അരയ്ക്ക് താപ്പോട്ട് ഒട്ടും ചലനശേഷി ഇല്ലായിരുന്നു. ഇവിടെ PMR കാണിക്കാമെന്നും പറഞ്ഞ് ജനറലിന് ഞങ്ങളെ അവിടെ വെച്ച് തന്നെ മോക്ക് ഈ ബെഡ് സോർ വന്നതിൻ്റെ സർജറി പ്ലാസ്റ്റിക് സർജറിയിൽ പുഷ്പഗിരി തന്നെ ചെയ്തിട്ട് അവിടുത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഞങ്ങളെ PMRലേക്ക് അഡ്മിറ്റാക്കി. അതിനുശേഷം PMRൽ ഡോക്ടർമാരായ ജിമി സാറ്, ജെനി മാഡം, വിദ്യ മാഡം ഇവരെല്ലാവരും കൂടെ മോളുടെ കാര്യങ്ങളൊക്കെ നമ്മളോട് വിശദീകരിച്ച് പറഞ്ഞു. മോൾക്ക് ഇൻഫെക്ഷൻ ആയിട്ടുണ്ട്, അനീമിയ വരെ ആയിട്ടുണ്ട്, അതുപോലെ കൂടുതലാണ്. പിന്നെ പൊട്ടിയെടുത്ത് ഒരെണ്ണം നമുക്ക് സർജറി ചെയ്തിട്ടില്ലായിരുന്നു, പ്ലാസ്റ്റിക് സർജറി ചെയ്തിട്ടില്ല. അപ്പോൾ അതിൽ കൂടെ വീണ്ടും എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ടെന്നും പറഞ്ഞ് ഇവിടെ തന്നെ കിടന്നു ഇതിനുള്ള ചികിത്സകളെല്ലാം ചെയ്തു. അതിനോടൊപ്പം തന്നെ യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടാകുകയും പിന്നെ യൂറിൻ കത്തീറ്ററൊക്കെ ഇടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് നാളുകളൊക്കെ ചികിത്സയ്ക്ക് ശേഷം മോൾക്ക് കാലൊക്കെ അനക്കാൻ തുടങ്ങി. കുഴപ്പങ്ങളൊന്നുമില്ല. ഇപ്പം PMRലെ ഫിസിയോതെറാപ്പിസ്റ്റിയുടെ സഹായത്തോടെ ഇപ്പം മോൾക്ക് വീൽ ചെയറിലും അതുപോലെ തന്നെ വാക്കറിലും നടക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ യൂറിൻ ട്യൂബൊക്കെ മാറ്റി സ്വയമായിട്ടെല്ലാ കാര്യങ്ങളും ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ ഒക്യുപ്പേഷൻ തെറാപ്പിയും ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. മോളെ ബ്രേസ് ഇട്ട് നടത്തിപ്പിക്കാൻ തുടങ്ങി. ഇപ്പം മോൾക്ക് അല്ലാതെ നടക്കാൻ ശ്രമിക്കുന്നുണ്ട്. വോക്കർ വെച്ചിട്ടായാലും നടക്കാൻ പറ്റുന്നുണ്ട് മോൾക്ക്. വന്ന അവസ്ഥ വെച്ച് നോക്കുവാണെങ്കിൽ മോളിപ്പം വന്നപ്പം നേരെ കിടന്ന മോൾക്ക് കാലുകളൊന്നും അനക്കാനേ പറ്റുന്നില്ലായിരുന്നു. ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് നോക്കിയാൽ മോളിപ്പോൾ എണീറ്റ് നിൽക്കുകയും 2 സ്റ്റെപ്പ് നടക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ ഡോക്ടർമാരായാലും നേഴ്സുമാരായാലും ഇവിടുത്തെ ഫിസിയോതെറാപ്പിസ്റ്റുകളായാലും പ്രത്യേകിച്ച് ചാക്കോ സാറ്, മെൽബുമോ, പിന്നെ ജോസഫ് സാർ, ഇവർ 3 പേരും നല്ലതായിട്ട് മോളെ ട്രെയിനിങ് കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പുഷ്പഗിരി ഹോസ്പിറ്റലിനോടും ഇവിടുത്തെ മാനേജ്മെൻറ്റിനോടും സ്റ്റാഫുകളിനോടും ഡോക്ടേഴ്സിനോടും പ്രത്യേകിച്ച് ഇവിടെയുള്ള എല്ലാവരോടും നമ്മൾ നന്ദി പറയുകയാണ്. ഈ മണ്ണിൻ